ഒരു വിശേഷമുണ്ട് മോനെ. അറിയാം. എല്ലായിടത്തൊക്കെ പോയാ? എല്ലായിടത്തും പോയി. നീ എത്ര പോയാലും കൊറേ സ്ഥലം വിട്ടു. കൊറേ പരാതി ഉണ്ടാവും. ഉറപ്പല്ലേ? അമ്മയുടെ വിളി. ഞാനേ ഒരു വിശേഷം പറയാൻ വന്ന. എന്താന്ന് വിശേഷം? എന്റെ കുഞ്ഞുമ്മാന്റെ മോളെ കല്യാണാണ്. ഏത് കുഞ്ഞുമ്മയുടെ? സൂറയുടെ? അല്ലമ്മ, കൊല്ലത്ത് മാടനടയിലുള്ള. ഓ, സബിയുടെ. അയ്യോ, ആ പെണ്ണ് വലുതായ? പിന്നെ ഓള് നേഴ്സിംഗിന് പഠിക്കപ്പോ. ഇന്നാളത്തെ കൊച്ചാണ്. അവർക്ക് എത്ര വയസ്സായി? 20 വയസ്സായല്ലോ. 20 വയസ്സ്. ഓ, കൊച്ചെന്തോ ചെയ്യുന്ന? നേഴ്സിംഗ് കഴിഞ്ഞാണ്. അപ്പൊ കെട്ടിക്കാൻ സമയം കഴിഞ്ഞ് നിങ്ങളുടെ ജാതിയില്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, കൊച്ചാപ്പ അങ്ങ് ഗൾഫിലാണല്ലോ. അപ്പം പുള്ളിക്ക് എല്ലാ കാര്യം ഇമ്പളെ ഏൽപ്പിച്ച് ഒക്കെ കത്ത് കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടണം. കോട്ടയത്തേക്ക്. ആണോ? ചെറുക്കനാ? ചെക്കൻ ഗൾഫിലാ. കൊണ്ടുപോകും. എഞ്ചിനീയർ ആണോ അവിടെ? ആണോ? എന്താ കൊടുക്കുന്ന സ്ത്രീധനം? കൊടുക്കണേന്ന് പറഞ്ഞാൽ പോലും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ചെറിയ രീതിയിലൊരു 100 പവനും ഒരു 10 ലക്ഷം ഉറുപ്പിയും പിന്നെ ഒരു കാറും. അച്ചാരത്തിന് ഒരു റാഡോ വാച്ച് കൊടുത്തു 1 ലക്ഷം രൂപ. കുറവാണത് അവർക്ക്. ഇത് കുറവാ. പാവങ്ങളായിട്ടാ ഒരു പാവങ്ങൾ. അതുകൊണ്ടാ. അതുകൊണ്ടാണത്. തങ്കത്തിനെ വിളിക്കണേ. തങ്കത്തിനെ ഞാൻ വിളിക്കാം. തങ്കത്തിനെ വിളിച്ചിട്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ കത്തുതാ. ഞാൻ പറഞ്ഞില്ലാന്ന് പറയരുത്. തലേന്നേ നിങ്ങൾ അങ്ങോട്ട് വരണം കേട്ടോ. തലേന്ന് വന്നില്ലെങ്കിൽ കല്യാണത്തിന് തലേത്തും. കാരണം എല്ലാവരുടെ വിളിച്ച് വരാൻ പാടായിരിക്കും. അല്ല, എല്ലാരും വിളിച്ചിട്ട് വന്നില്ലേലും ഇജ്ജ് എന്തായാലും തലേന്നേ വരണം. ഞാൻ ഒറ്റക്കാണ് അവിടെ ഓടി നടക്കാനുള്ളത്. തങ്കം ക്ലീറ്റ് ഉണ്ടോ അവിടെ? തങ്കം 100 പവനും 10 ലക്ഷം രൂപ ഒരു കാറ് വന്നു. അന്തസ്സുള്ള കുടുംബക്കാർ അങ്ങനെയാ. ഇതെന്താ വെള്ളം വെള്ളാക്കിട്ട് മണവാളനാണ് കല്യാണം പറഞ്ഞിറങ്ങിയാണ്. കല്യാണോ? നമ്മളെ കുഞ്ഞുമ്മാന്റെ മോളെ. കൊല്ലത്തെ മുബീനല്ലേ? അയ്യോ, ആ കൊച്ചിനെ കെട്ടിച്ചു വിടാറായോ? പിന്നെ ഓള് നേഴ്സിംഗിന് പഠിക്കല്ലേ. അത് ശരി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞെന്ന് എവിടെയാ കെട്ടിക്കണ? എവിടെയാ? കോട്ടയത്തേക്ക്. അല്ല, കേറുന്നു. വെള്ളം കുടിക്കണമൊന്നുമില്ല. വെള്ളം കുടിച്ചു മടുത്ത് ഞാൻ. എത്ര പറയുന്ന വെള്ളം കുടിക്കുക. ക്ലീറ്റനെ വിളിക്ക്. അയ്യോ, ക്ലീറ്റ പുറത്തേക്ക് പോയി. രാവിലെ പാർട്ടിയുടെ ജോലി ഉണ്ടല്ലോ. സാരില്ല, ഞാൻ നാളെ വന്ന് വിളിച്ചോളാം. അയ്യോ, അതിന് വേണ്ടിട്ട് വരുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞോളാം ക്ലീറ്റനോട്. വിളിയൊക്കെ കഴിഞ്ഞോ? വിളി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി എത്ര സ്ഥലത്താ വിളിക്കാറുള്ളത്? നിങ്ങൾ എന്നാ പോണേ? ഞങ്ങള് 2 ദിവസം മുന്നേ പോകുമല്ലോ. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ തക്കളി മോളെയും ക്ലീറ്റനെ കൂട്ടി നേരത്തെ വരണട്ടോ. അതിനാ ഞാൻ നേരിട്ട് വന്ന് വിളിച്ചേ. കൊല്ലത്തല്ലേ? എന്ത് ദൂരാടാ. ഇപ്പൊ ഒരുമിച്ചാണ്ട് പോകില്ലേ? പോടുന്നാല് പറഞ്ഞാല് മറക്കാറില്ല. ഇതിനൊക്കെ തിരക്കിന്ന് പറഞ്ഞു. ഓ, ആയിക്കോട്ടെ. ഉമ്മാനെ. ഓ, നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല രസം. അതിനും കുറച്ച് കാശ് ചിലവാക്കി. കാശുണ്ടടി. 100 പവൻ, ഒരു കാറ്, 10 ലക്ഷം രൂപ. എന്റെ അമ്മ, അതിനൊക്കെയുള്ള കഴിവുണ്ടോ? അല്ല, അവർക്ക് ഇങ്ങനെ കൊടുക്കണോ? ഇത്രയും കൊടുക്കണം. എന്താല്ലേ, എന്ത് സ്ത്രീ. നിനക്കൊക്കെ എന്ത് ലാഭമായി പോയി. എനിക്ക് ഭയങ്കര ലാഭം കൂടി. ഇതൊക്കെ ഓർക്കാൻ വലിയ സന്തോഷമുണ്ട്. നന്നായി ഇതിന്റെ തീരുമാനം. എന്നിട്ടൊന്നും എനിക്ക് തന്നില്ല. പക്ഷെ പലിശ ഇപ്പൊ തന്നോണ്ടിരിക്കുക. അതാണ് പാട്. ഓ, ചൂടെങ്കിൽ അങ്ങേറ്റം. എന്ത് ചെയ്തെന്ന്? തക്കാളി അരിഞ്ഞു. ഇത് സൂക്ഷിക്കണ്ട തങ്ക. എത്ര പറഞ്ഞാലും ഇതും കത്തിയും വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചോണ്ടിരിക്കും. ഇത് വെച്ചാ എന്തെങ്കിലും മരുന്ന് മരുന്നൊന്നും വേണ്ട. നിങ്ങൾ വെക്ക്. മരുന്ന് ഇവിടെ മേടിച്ചു വെച്ചേക്കല്ലേ. ഇപ്പൊ ഞെക്കല്ലേ അവിടെ. ഈ കളിക്കരുത്. പിന്നെ ഇത് കെട്ടണ്ടേ? അതൊക്കെ പിടിക്കേ. ഓ, എന്താ നേരത്തെ വന്നേ? നേരത്തെ പോകുന്നതാണോ കുഴപ്പം? നേരത്തെ പോകേണ്ട ആവശ്യങ്ങൾ. അയ്യോ ക്ലീറ്റോ, ഈ 13-ാം തീയതി വരുന്ന 13-ാം തീയതി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്നുവെച്ചാ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച. നിലവിലെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ ഒന്ന് അനക്കാതെ വെച്ചാൽ കൈ വേദന എടുക്കണ ക്ലീറ്റോ. ചിലപ്പോ ഇനി പെട്ടെന്ന് വല്ല മീറ്റിംഗ് വന്നാലേ ഉള്ളൂ. മീറ്റിംഗ് വരുവാണെങ്കിൽ പോകാനൊന്നും പറ്റില്ല. നേരത്തെ പറഞ്ഞേക്കാം. മീറ്റിങ്ങിന് പോകാൻ പറ്റൂലേ? പിന്നെന്താ ചെയ്യണം ഞാൻ മീറ്റിങ്ങിന് പോവാതെ? ഒരു കല്യാണം ഉണ്ടെന്നേ. ഒന്നുകൂടെ കീറത്. ആരെ കല്യാണം? നമ്മുടെ ഫാസിലില്ലേ? ഫാസിലിന്റെ എന്താ കൊച്ചുമ്മാന്റെ മോളുടെ കല്യാണം. അതിന് ഫാസിൽ നമ്മളെ വിളിച്ചില്ലല്ലോ. വിളിച്ചല്ലേ പോ. വിളിക്കാത്ത കല്യാണത്തിന് എന്തിനു പോകണം? വിളിച്ചല്ലോ. കൊല്ലത്ത് ഫാസിലിന്ന് കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായി. അവിടെയും വിളിച്ചു, ഇവിടെയും വിളിച്ചു. നമ്മളെല്ലാവരും കുടുംബസമേതം തലേന്ന് ചെല്ലണമെന്ന് പറഞ്ഞേക്കണ്. അവിടെയും വിളിച്ചു, ഇവിടെയും വിളിച്ച്. റീറ്റനോട് പ്രത്യേകം പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ,
അങ്ങനെ ഒരു ഇവിടെ വന്നങ്ങ് വിളിച്ച് പറഞ്ഞ കല്യാണം വിളിയായി. അങ്ങനെയാണ് കല്യാണം വിളിക്കാറ്. കൊള്ളാം, നല്ല കല്യാണം വിളി. അത് കേട്ടിട്ട് ഉടനെ പോകാനായിട്ടങ്ങ് തയ്യാറുമായി അല്ലേ? അങ്ങനെ കല്യാണം വിളിക്കണ എല്ലാവരും. എടി ഞാനേ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഞാൻ കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കുടുംബം പോകണമെന്നുണ്ടെങ്കിൽ ഈ വിളിക്കേണ്ടവൻ എന്ത് ചെയ്യണം? ഇവിടെ വന്ന് എന്നെ കണ്ട് എന്നോട് പറയണം, കത്ത് തരാണ്, ഞാൻ കല്യാണത്തിന് വിളിക്കുകയാണ്, കുടുംബസമേതം പറയണം. അതാണ് അതിൻ്റെ മര്യാദ, കല്യാണം വിളിയുടെ. അതെന്താണെന്നറിയാമോ? ഫാസിൽ വിചാരിച്ച് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എന്നോട് പറഞ്ഞാൽ മതി, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത് അയാൾക്ക് അറിയില്ലല്ലോ. എന്നാ ഒരു കാര്യം, ഈ ഭാര്യ മോളും കൂടെ പോയാൽ മതി, ഞാൻ വരില്ല. നമ്മുടെ ഫാസിലല്ലേ, അതിന് എന്തിനിപ്പോ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞില്ലേ? നമ്മളെ ഫാസിലായോണ്ടാണ് കുഴപ്പം, നമ്മുടെ ഫാസിലായോണ്ടാണ് കുഴപ്പം. അവൻ ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെ അല്ലേ? അപ്പൊ എന്ന് ഇവിടെ പറയാൻ പോയും ചെയ്യണമല്ലേ? അപ്പൊ എന്നെ എന്ത് ചെയ്യണം? ഞാൻ ഉള്ളപ്പോ ഇത്തിരി അവന് നേരത്തെ വന്ന് എന്നെ കണ്ട് വിളിക്കാൻ എന്താ പ്രശ്നം? എന്റെ ക്ലീറ്റോ കുറെ സ്ഥലത്ത് വിളിക്കാനുണ്ട്, വെയിറ്റ് ചെയ്യണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഒരു കല്യാണം വിളിച്ചു തുടങ്ങും പറയാ, അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ എല്ലാരും ഫോണിലൊക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണേ. അപ്പൊ എന്ത് ചെയ്യണം? ഫോണിൽ കൂടെ വിളിച്ച് കല്യാണത്തിന് അന്ന് ഹലോ നമസ്കാരം, കല്യാണം എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ, ആശംസകൾ, ഞാൻ തിരക്കിലാണ് എന്ന് പറഞ്ഞ് വെക്കും. ഞാൻ കല്യാണത്തിന് പോകണമെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കണ്ടു വിളിക്കണം. അതെ, ഇവിടെ ഓരോരുത്തർ എന്നെ കല്യാണം വിളിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ അവർ എന്നെ വന്ന് മാന്യമായിട്ട് വന്ന് വിളിക്കുപിടി. അങ്ങനെയുള്ള കല്യാണത്തിനാണ് ഞാൻ പോവുകയും ചെയ്യണത്. ഇത് ക്ലീറ്റോന്റെ ദേഷ്യല്ല, ഒരു തരം കുശുമ്പാട്ടാ ഇത്. എന്ത് കുശുമ്പ്? അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് വിളിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിരുന്ന് വിളിച്ചു. ക്ലീറ്റ് ഇവിടെ ഇല്ലാത്തത് ആരുടെയും കുറ്റാണോ? എടി ഉള്ളപ്പം വന്ന് വിളിക്കണം. ഞാൻ ഇവിടുന്ന് പറന്ന് ഗൾഫിലൊന്നും പോയില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ എന്നെ വന്ന് കണ്ടു വിളിക്കാമല്ലോ. അപ്പൊ എന്താണ്, അവൻ ഞാൻ പോണത് അവന് നിർബന്ധമല്ല. എന്നെ പോലെ ഒരു പ്രമുഖൻ അങ്ങനെ കണ്ടെടുത്ത് അങ്ങനെ വിളിക്കാത്തടത്ത് കയറി അങ്ങ് ചെല്ലണ്ട, അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരാളുമല്ല ഞാൻ, കേട്ടാ. ഇതെല്ലാം പോട്ട് എനിക്കൊരു ഫോണുണ്ടല്ലോ, എൻ്റെ ഫോണിൽ അവനൊന്ന് വിളിക്കാമല്ലോ. ഫോണിൽ വിളിച്ചിട്ട് പറയണം, ക്ലീറ്റോസേ ഇങ്ങനെയാണ് കല്യാണമാണെന്ന് പറയാമല്ലോ. ഞാൻ പറഞ്ഞതുകൊണ്ടാ ക്ലീറ്റോ വിളിക്കാത്തത്. എന്നോട് പറഞ്ഞതാ. നീ എന്താ പറഞ്ഞു? ഞാൻ നേരിട്ട് വിളിക്കണോന്ന് ചോദിച്ചു. വേണ്ട, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഫോൺ ചെയ്യണോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. കൊള്ളാം, ഭാര്യമാരായ ഇങ്ങനെ തന്നെ വേണം. എന്നെ പോലെ ഒരു പ്രമുഖനെ ഇടിച്ചങ്ങ് താത്തോണം. പിന്നെ എങ്ങനെ ആടി, ആദ്യം വീട്ടിലൊരു വില ഉണ്ടാവണം, എന്നാലേ നാട്ടിലുള്ള ഒരു വില തരുള്ളൂ. അവൾ ഉടനെ അങ്ങ് പറഞ്ഞ് വിളിക്കണ്ടെന്ന്, കാര്യം കഴിഞ്ഞല്ലോ, എന്നിട്ട് വലിഞ്ഞു കയറി അങ്ങ് പോവാന്ന്. അതിനിടയ്ക്ക് മെസ്സേജ് കൊടുത്തോടി ഇവിടുന്ന്, ഞാൻ വിളിക്കുന്നു. അതെ, ഞാൻ കമ്പി അടിച്ച്. ഹലോ, ആരാണ്? ഏത് ഫാസില്? നമ്മുടെ ഫാസില്. അല്ല, ഞാൻ പിന്നെ നമ്പർ നോക്കിയില്ല, അതാ. കല്യാണോ എപ്പോ? ഇവിടെ വന്നോ? അയ്യോ ഇല്ലല്ല, ഞാനേ അറിഞ്ഞില്ല. ഓ, കൊടുത്തിട്ടുണ്ടല്ലേ? ഞായറാഴ്ച ആണ്, പക്ഷേ ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വെക്കാറുണ്ട്. നോക്കട്ടെ. കല്യാണമല്ലേ, അതൊക്കെ നടക്കുമല്ലോ. അപ്പം നമ്മളെ കാര്യം നമ്മൾ പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഫാസിലെ. നോക്കാം കേട്ടോ. ശരി ഓക്കെ. കൃത്യമായിട്ടാണ് എന്നെ വിളിച്ചേക്കണേ. സമാധാനമായല്ലോ, ഇനി പോവാലോ. ഫോൺ വിളിച്ചില്ല എന്നുള്ള പരാതി തീർന്നല്ലോ. എന്ത് സമാധാനമായിരുന്നു? ഈ ഫോണിൽ വിളിച്ചില്ലേ? അവൻ ഈ ഫോണിൽ വിളിക്കാനുള്ള സമയം എന്നെ നേരിട്ടൊന്ന് വിളിക്കാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ക്ലീറ്റോ അല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത്? ക്ലീറ്റോ അവൻ എന്റെ ഫോണിൽ വിളിക്കായിരുന്നല്ലോ. തങ്കം, അത് ഫോണിൽ വിളിക്കാം. അതാരെ? ഇപ്പൊ ഇവിടെ ഇല്ല, കുറച്ച് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കണമെന്ന് വെച്ചോ, തമിഴ്നാട്ടിലോ കർണാടകയിലോ ആണെങ്കിൽ എന്നെ ഫോണിൽ വിളി. ഇതിപ്പോ ഞാൻ ഇവിടെ ഇല്ലേടി. എന്നെ വന്നൊന്ന് കണ്ട് അവന് വിളിച്ചാൽ എന്താണ്? അപ്പൊ അവനെന്താണ്? അപ്പൊ അവൻ മനഃപൂർവ്വം അഹങ്കാരം. ഇനിയിപ്പോ പോട്ട്, എൻ്റെ ഫോൺ ഓഫായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെ? എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി, എൻ്റെ സിമ്മിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ എന്ത് എന്നെ വിളിക്കൂല. അതാണ് നമ്മൾ അത് മനസ്സിലാക്കണം. അങ്ങനെ ഇവനൊക്കെ വിളിക്കുന്നിടത്ത് ഇറങ്ങി അങ്ങ് ചെല്ലാൻ അത്ര തരത്താഴ്ന്ന ആളെന്നല്ല ക്ലീറ്റ. കല്യാണക്കുറി പ്രമുഖനും കൂടി ചെല്ലാൻ വേണ്ടി കല്യാണക്കുറി ഇവിടെ തന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ പോയി, പറ്റിയില്ലെങ്കിൽ പോവണ്ട. അത്ര പറയണം. അത് മര്യാദ. നമ്മൾ പോണില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എല്ലാം ഇവിടെ മുടക്കല്ലേ. പിന്നെ മനുഷ്യനെ കാണാത്ത പോലെയായിരുന്നു കാണിക്കുന്നത്. എന്തോ ഇതിലൊന്നും അടിച്ചിട്ടുമില്ല. അയ്യോ
ഇതൊക്കെ കണ്ട എങ്ങനെ കല്യാണത്തിന് പോകും? പോകാനുള്ള മൂടേ പോകും കല്യാണത്തിന് പോകാൻ. ഭർത്തന്മാർ കല്യാണം വിളിക്കാൻ ഇറങ്ങിക്കും. നമുക്കൊരു വിലയും നിലയില്ലല്ലോ സമൂഹത്തിൽ. അവൻ എന്നെ ഒന്നും അറിഞ്ഞൂടാ. ആദ്യം എന്നെ അംഗീകരിക്കട്ടെ അവൻ, എന്നിട്ട് അവൻ്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കും. ഒരു കാര്യമില്ല അപ്പോ. എന്താ താമസിച്ച? ഞാനേ പമ്പ് കയറിയതാ, ഭയങ്കര ക്യൂ പെട്രോൾ. അപ്പൊ നാളെ വീണ്ടും വില കൂടാൻ പോയിരിക്കും. കേറ്. ഇറങ്ങേ എടാ ക്ലീറ്റോ, ഞാൻ അവനോട് കല്യാണം പറഞ്ഞാൽ കേട്ടോ, കണ്ട് പറഞ്ഞില്ലേ? പറഞ്ഞില്ലായിരുന്ന? ഫോൺ ചെയ്തില്ലായിരുന്ന? ഞാൻ പറഞ്ഞിട്ട് അവനൊരു മൈൻഡ് ചെയ്യണ്ട, എന്നെ അറിയാത്ത പോലെ. ക്ലീറ്റോ, ക്ലീറ്റോ, ഇവനിതോടെ പോയി. വാ എടച്ചേ, ഇവളിപ്പോ ഇവിടെ നിന്നല്ലേ? പോയിട്ടുണ്ടാവും. ഇത്ര പെട്ടെന്ന് കാണാണ്ട് പോയോ? എടാ അത് വേറെ ഒന്നല്ലേ, ഞാൻ അവനെ കണ്ട് പറഞ്ഞില്ലെങ്കിലേ ഓൻ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കിട്ട് ആ തങ്കത്തിനെയും തക്കളിമോളെയും വരാൻ. ഞാൻ ഉണ്ടല്ലോ, ഞാൻ കൊണ്ടുവരാം. അവരെല്ലാം വരും. നീ എടു. എന്നാലും അച്ഛൻ ഇപ്പൊ അവിടെ നിന്നാടാ. ഒരു ബിരിയാണി ഇട്ട കളയില്ലോ. നീ ഭയങ്കര ധൈര്യശാലിയല്ലേ? ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കയറി നോക്കിയത്. പേടിച്ചോ? പേടിച്ചല്ലേ? പേടിച്ച്. പിള്ളേര് കളിയാ ക്ലീറ്റോനെ. അങ്ങനെ ഇപ്പം എന്നെ നേരിട്ട് കണ്ട് കല്യാണം വിളിക്കും. നീ അവൻ്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം വിളിച്ചിട്ട് കല്യാണത്തിന് പോകണം, കുറേ പൈസ ഞാൻ ചിലവാക്കണം. ഓ ഓ ഓ ഇല്ല ഒന്നുമില്ല. ഒരു പണിയില്ലെങ്കിൽ ഇതെടുത്ത് വെയിലത്തോട്ട് ഇടാവാ. മീറ്റിംഗ് ഉണ്ട് തങ്ങാടി. ഞാൻ ആലോചിക്കുകയാണ്, ഓരോരുത്തർ വന്ന് കല്യാണം വിളിച്ചിട്ട് അങ്ങ് പോകും. വിളിക്കുന്നവർക്ക് വിളിച്ചു കഴിയുമ്പോൾ അവരുടെ പരിപാടി അങ്ങ് കഴിഞ്ഞു. ഈ വന്ന് പോകേണ്ടവൻ്റെ അവസ്ഥ ആലോചിക്കണ്ട. അവൻ എങ്ങനെ പോകും, എങ്ങനെ വരും, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. നമ്മളിനി ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയെടുത്ത് ഈ കല്യാണത്തിന് വണ്ടി വിളിച്ച്, പിന്നെ പെണ്ണുങ്ങൾക്ക് സാരി എടുത്ത്, പിന്നെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുത്ത് എത്ര രൂപ ചിലവാകുമെന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അളി, ഇത് ലോക നടപ്പ് ഇങ്ങനെയാണ്. നിന്നെ മാത്രമല്ലല്ലോ അവർ കല്യാണത്തിന് വിളിക്കുന്നത്, ഇതുപോലെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആൾക്കാർ ഇതുപോലെ ബുദ്ധിമുട്ടിയാണ് കല്യാണത്തിന് പോകുന്നത്. എന്നാലും ഈ പറഞ്ഞില്ലേ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വല്ലാത്തൊരു ഇത് തന്നെ കേട്ടാ. ഇവിടെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ്, നീ പോകണ്ടെന്ന് നോക്കണം. അത്രയല്ലേ ഉള്ളൂ, സംഭവം തീർന്നല്ലോ. അങ്ങനെ ഇതിപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂലേ. ആരെ കല്യാണം? നമ്മളെ ലെവനില്ലേ, മറ്റേ ഫാസിൽ കനകൻ്റെ കൂട്ടുകാരെ, അവൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം. അത് ശരി. അതങ്ങ് കൊല്ലത്ത് വെച്ചാ. ആളെ എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചു കാണില്ല, അത് ഭാഗ്യമല്ലടാ. വിളിച്ചില്ലേ രക്ഷപ്പെട്ടില്ലേ. നിനക്കിനി പോകണമെന്ന് ഭയങ്കര എങ്കിൽ ഞാൻ പറഞ്ഞു വിളിപ്പിക്കാം. ഒരു ബിരിയാണി അടിക്കായിരുന്നു. ഓ അതല്ലേ, ഞാൻ വേറൊരു കാര്യമുണ്ട്. പിന്നെ ഞാനിപ്പോൾ എന്തായാലും അവന് പിടി കൊടുത്തിട്ടില്ല, എന്നെ നേരിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ തങ്കത്തിനടുത്ത് പറയും എന്നെ നേരിട്ട് വിളിക്കാതെ ഞാൻ പോകില്ല എന്നിങ്ങനെ നമ്പർ അടിച്ച് നിൽപ്പുണ്ട്. ക്വാളിറ്റിയിലങ്ങ് ഒഴിവായാൽ മതി. അല്ല സംഗതി അല്ലടാ, എല്ലാവരും കൂടെ പോകുമ്പോൾ ഇനി ഞാനായിട്ട് ഇടംകോല് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ, ഇത് എൻ്റെ അളിയൻ്റെ നിലപാട് എന്താണെന്ന് നോക്കട്ടെ. കല്യാണത്തിൻ്റെ പൈസയൊക്കെ അവൻ്റെ കൂട്ടുകാരനല്ലേ. അല്ല അതവൻ കൊടുക്കും, അത് കൊടുക്കണം. പിന്നെ വണ്ടിയുടെ കാശുമൊക്കെ എങ്ങനെയാണ് നോക്കട്ടെ, അതൊക്കെ ചിലവാക്കുമോ നോക്കിയിട്ട് ഞാൻ പോകണോ വേണ്ടത് തീരുമാനിക്കാം. പിന്നെ വേറൊരു കേസ് നിൻ്റെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. നിന്റെ എന്ത് സഹായം? മാമാടെ മറ്റേ ഇന്നോവ കിടക്കണില്ലേ നിന്റെ, മറ്റേ സിംഗപ്പൂർ മാമാരാ, ആ ഇന്നോവ വെറുതെ കിടക്കല്ലേ അളിയാ. കല്യാണത്തിന് പോവാൻ നീ അത് ചിലപ്പോൾ എനിക്കൊന്ന് തരേണ്ടി വരും. എന്തായാലും അളിയൻ വണ്ടിയുടെ കേസ് എന്നെ തന്നെ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാനത് റെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ കയറ്റി പറയും. നീ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് തരണം. മാമാടത്ത് എന്തെങ്കിലും പറയണം, ഇങ്ങനെ എൻ്റെ അളിയനോ അല്ലെങ്കിൽ വേണ്ട അളിയൻ്റെ അമ്മയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് ആശുപത്രി കേസ് പറഞ്ഞു. നിനക്ക് ഞാൻ വല്ലതും തരടേ അതിന്ന്. നിന്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകുന്നതിന് ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് തരണം, അതിനകത്തുനിന്ന് കമ്മീഷൻ നിനക്ക് വേണം. നീ അങ്ങനെ വർത്താനം പറയാം. കമ്മീഷനൊന്നും അല്ല, ഞാൻ വണ്ടി ഓടിച്ചു പോകേണ്ട ഞാനല്ലേ ഡ്രൈവർ. അപ്പോൾ എനിക്ക് വേറെ ശമ്പളം, ഒരു ഡ്രൈവറെ വെച്ചാൽ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ആ പൈസയൊക്കെ ഒഴിവാക്കിയിട്ട് കല്യാണത്തിന് എനിക്ക് കയ്യിൽ നിന്ന് പൈസ ചിലവാതെങ്കിലും പോയിട്ട് വരണ്ടേ. എന്നെ പോലെ ഒരു പ്രമുഖൻ ചുമ്മാ കയറി അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ?
എന്റെ ആളെ നിന്നെ സമ്മതിച്ച് അല്ലെ ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേരാണ് കമ്മീഷൻ. ഡേ നീ അതും ഇതൊന്നും പറയണ്ട. വണ്ടി ഒപ്പിച്ചു തരാൻ പറ്റുമല്ലേ? എനിക്ക് വേറെ വണ്ടികളുണ്ട്. പറ്റുമോ നിനക്കിപ്പോ? വണ്ടിയൊക്കെ ഞാൻ ഒപ്പിച്ചായിരുന്നു. ആ നിനക്ക് വല്ലതും തരാം. അന്നത്തെ ആ കല്യാണം എന്ന് പറഞ്ഞാലേ വായും പേറും ഇല്ലാത്ത കുഴപ്പമായിരുന്നു. ഞാൻ കണ്ട അന്തം വിട്ടുപോയില്ലേ ലഡാക്കിലെ കല്യാണം. എന്തുവായിരുന്നത്? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ മസാല, ഇസാല മസാല. എൻ്റെ പൊന്ന് ദൈവമേ, എനിക്ക് വല്ലതും ചിലുത്തു പോയി കണ്ട്. പിന്നെ പലഹാരങ്ങള് എന്തോന്ന് ചിക്കൻ, എനിക്ക് അറിഞ്ഞൂടാ. ചിക്കൻ കൊണ്ടുള്ള പലഹാരങ്ങൾ, വല്ലാത്ത പൂരി മസാല, ഒന്നും അറിഞ്ഞൂടാ എന്തൊക്കെയാണെന്നൊന്നും. അതെല്ലാം പോട്ട്. ഡാൻസും പാട്ടോ, ഗാനമേള, ഡാൻസ്, ഒപ്പന. ലഡാക്ക് ഒപ്പന കേട്ടിട്ടില്ലേ? ഡ്രസ് കാണണം, ഇവിടെ കൂടെ വാരി അവിടെ കൂടെ വാരി, എന്തൊക്കെയാണ്. പെണ്ണിന്റെ മുഖവും കണ്ണും മാത്രം കാണാം, ബാക്കിയൊക്കെ ആഭരണങ്ങൾ. അതൊന്നുമില്ല. ഞാൻ ജമന്തിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് പുട്ട് കൊടുക്കരുത്. അവളെ പുട്ടേ ഉണ്ടാക്കത്തുള്ളൂ ഇവിടെ. അമ്മ എന്നിട്ട് ഇവര് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് എന്റെ പൊന്നെ, ആഭരണം കാത് കാണത്തില്ല, കൈ കാണത്തില്ല, ആഭരണം തന്നെ. എല്ലാത്തിലും കല്യാണത്തിന് വിശേഷമല്ലേ ഇടുന്നത്? എല്ലാ സ്വർണ്ണത്തിലാണ്. കഴുത്തിൽ അങ്ങോട്ടിട്ട് ഞാൻ പറഞ്ഞു, എടി കൊച്ചേ ഇങ്ങോട്ട് നോക്കന്നെ, അബിൽദാരന നിന്റെ വാപ്പയുടെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. അവള് എങ്ങനെ അറിയാമോ? അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് വെച്ചേ ഇങ്ങോട്ട് നോക്ക്, അഭിലാഷ് വീട്ടുകാരന്റെ ഭാര്യ ഞാനെന്ന് പറഞ്ഞപ്പോ ആ കൊച്ചിങ്ങനെ നോക്കി, കണ്ടുകൂടല്ലോ, ഇങ്ങനെ നോക്കി. ശരീരം മുഴുവൻ ആഭരണമാണ്. അപ്പൊ ആ കൊച്ചിങ്ങനെ നിൽക്കുക, ആഭരണത്തിന്റെ വീട്ടിൽ കുടിഞ്ഞു പോയി. എല്ലാത്തിനും ഒരു ഉണ്ടാക്കാൻ കാര്യം പറഞ്ഞു. അങ്ങനെ ഒന്നും നോക്കില്ല, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് സത്യമാണ് ഞാൻ പറയാം. അല്ലമ്മ, ഇപ്പൊ ഇങ്ങനെ അവരൊക്കെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ, അമ്മ ആകെ ചീഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ. എല്ലാരും കൂടെ പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയല്ലേ? നീയേന്നും പറഞ്ഞ് ജീവിക്കുന്ന പെൺകൊച്ച്, അതിനൊരു സാരി എടുത്ത് കൊടുത്തൂടെ? അല്ല, എനിക്ക് അറിയാത്തല്ലോ. ഈ കല്യാണത്തിന് നീ കഴിഞ്ഞ കല്യാണത്തിന് സാരി പിടിച്ചില്ലായിരുന്നേ? അതിട്ടില്ലേ? അപ്പൊ ഇതിൽ പെട്ടെന്ന് കുഴപ്പം? ഈ പെണ്ണുങ്ങൾക്ക് എന്താ അമ്മ കുഴപ്പം? ഈ ഓരോ കല്യാണത്തിനും ഓരോ സാരി എടുക്കേണ്ട കാര്യമാണ്. എല്ലാവരും കാണൂല്ലേ കനക? ഒരു പ്രാവശ്യം എടുത്താൽ രണ്ടാമത് കൊടുക്കുമ്പോ അവര് കാണുവോ? ഞാൻ ആലോചിച്ച് വേറെ ഐഡിയ ഉണ്ടായിരുന്നു. എളുപ്പർക്ക് ഓരോ പർദ്ദ മേടിച്ചു കൊടുത്താലോ, ഓരോറ്റ കറുത്ത സാധനം മേടിച്ചു കൊടുത്താൽ പിന്നെ വേറെ ഒന്നും വിടണ്ട. കൊതിച്ചതല്ലേ? എങ്ങനെയാണ് അളിയ വേറൊരു ഗൗരവമുള്ളൊരു കാര്യം. എങ്ങനെയാ പോണത് എല്ലാരും കൂടെ? നമ്മളിപ്പോ ഇത്രയും പേരല്ലേ, എല്ലാവരും കൂടെ അന്തസ്സായിട്ട് പോവാം. ഒരുമിച്ച് പോണ്ടേ? വലിയ വണ്ടി വേണം. വലിയ വണ്ടി വേണം. ട്രാവലർ വിളിക്കാം. അതിന് ഈ പഞ്ചായത്ത് കൂടെ വരുന്നുണ്ടോ? താങ്ക്സ് സാറുണ്ടോ? നമ്മളിത് കുടുംബം, ഇത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതുപോലെ നീ വരുന്നില്ലല്ലോ. അല്ല, ഞാൻ പിന്നെ വരാതെ പറയും. കുടുംബമായിട്ട് എല്ലാവരും കൂടെ ഒരു സന്തോഷമായിട്ട് വഴിക്ക് പോകുമ്പോൾ പിന്നെ ഞാനായിട്ട് മാറി നിന്നു, നിങ്ങൾക്ക് വിഷമമൊന്നുണ്ട്. അവൾക്ക് ഇന്നലെ കരച്ചില് ഞാൻ വിളിച്ചില്ലെന്ന് എന്തോ പരാതി എന്ന് പറഞ്ഞിട്ട് പോട്ടെ, നമ്മള് ചെറുക്കനല്ലേ, അവന് അതിന്റെ രീതികൾ അറിഞ്ഞൂടാ. കല്യാണം വിളിച്ച് പരിചയമില്ലല്ലോ. ഓടി തള്ളിന്ന് പറഞ്ഞു. ഓടി ഉപ്പാടൊന്നും തിരക്കി പിടിക്കുക, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ തിരക്കല്ലേ അളിയാ, അതുകൊണ്ടാ. അപ്പോൾ ട്രാവലർ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് വന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. മനസ്സിലായില്ലേ? അത് വേണ്ടല്ലേ, നമ്മൾ ഇത്ര പേരിൽ ഒരു പളിയ വരുന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമില്ല, വരുന്നുണ്ടെങ്കിൽ മതി. അല്ലെ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. നമുക്കൊരു ഇനോവ പിടിച്ചാൽ പോരെ? അമ്മ ഫ്രണ്ട് ഇരുന്നല്ലേ അല്ലേ? നല്ല AC ഒക്കെ ഇട്ട് ഇനോവ കയറണ്ട. ഇനോവ നീ കേട്ടിട്ടില്ലേ? ഇനോവ കയറണം. നല്ല കിടിലം വണ്ടിയാണ്, നല്ല നീളം. അല്ല അമ്മ, എന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിൽ നമുക്ക് എത്ര ഇന്ത്യ മുഴുവനും കറയും, ലോകം മുഴുവൻ കറയുന്ന ക്ഷീണം ഉണ്ടാവില്ല. ഭയങ്കര ഒരു സുഖമാണ് യാത്ര. അത് പിടിക്കാം. കാണാൻ ഭംഗി. ഇത്രയും പേര് പോണ്ടേ? ഇനോവ എന്ന് പറയുന്നത് കാർ പോലിരിക്കണല്ലേ? ഒരു വണ്ടി കച്ചവടക്കാരന്റെ ഭാര്യ പറയണത്. ഞാൻ എത്ര പ്രാവശ്യം ഇനോവ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അതെ, അങ്ങനത്തെ വണ്ടി ഉണ്ട്. ഇനോവ പിടിക്കണം, അതാണ് നല്ലത്. ഇനോവ ആകുമ്പോ നല്ലതാ. എന്നാ പിന്നെ ഇനോവ നമുക്ക് അറേഞ്ച് ചെയ്യണം. അതങ്ങ് ഫിക്സ് ചെയ്യാം. എന്നാ പിന്നെ വിളിക്കാം, വണ്ടി വിളിക്കാം, ഞാൻ ഏർപ്പാട് ചെയ്യാം. അല്ലല്ല, അതൊക്കെ ഞാൻ ഇടപാട് ചെയ്തിട്ടുണ്ട്. ഇനോവ ഞാൻ ഇടപാട് ചെയ്ത് കഴിഞ്ഞു. എന്റെ ഒരു സുഹൃത്തുണ്ട്, അവനെ വിളിച്ച് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല. അതിനിപ്പോ അതിന്റെ കാര്യത്തിൽ ടെൻഷൻ. അത് ഡ്രൈവർ വരുമോ അതോ? അത് ഓക്കെ ആണല്ലോ അല്ലേ? അവന്റെ അടിക്കാൻ വരും. അത് ഓക്കെ ആണോ? മറ്റേ കാര്യത്തിനും കൂടി ഒരു തീരുമാനം എടുത്താ. ഇന്നോവ എന്ന് പറയുമ്പോ
അളിയൻ പറഞ്ഞ എ സി ഒക്കെ ഉള്ള എല്ലാം പടകളും. ഇനോവ, പുതിയ ഇനോവയിൽ AC ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അത്. അല്ല, അത് ഈ മോഡൽ കൂടിയ വണ്ടി തന്നെയാണ്. എൻ്റെ കിടക്കുന്ന വണ്ടി പരിചയത്തിലുള്ളത് നല്ല പുതിയ ഇന്നോവയാണ്. അതാ മോഡലിൽ എന്ത് കുഴപ്പം? ഒരുപാട് പഴക്കമുള്ള വണ്ടിയല്ല, നല്ല വണ്ടിയാണ്, അത്യാവശ്യം നല്ല കിടിലൻ വണ്ടി അല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സന്തോഷത്തോടെ അങ്ങ് പോവാം. ഓക്കെ ആണ് അല്ലേ.